ഹായ് എവരിവൺ. അപ്പോൾ ജോബൂസ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് വിളിച്ചിട്ടുള്ള, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എക്സാം ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോബ് വേക്കൻസിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ കാണാം നമ്പർ ഓഫ് പോസ്റ്റേഴ്സ് 21,413 ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 10 മുതലാണ്. എൻ്റെ ഡേറ്റ് വരുന്നത് മാർച്ച് 3 വരെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ ഇതുപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഗ്രാമീൺ ദക്സേവകിലേക്കാണ് സെൻട്രൽ ഗവൺമെന്റ് വിളിച്ചിട്ടുള്ളത്, പോസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ബ്രാഞ്ച് പോസ്റ്റർ മാസ്റ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM-ലേക്കും വിളിച്ചു. ഓക്കെ, ഈ ഒരു വേക്കൻസിയിലേക്കാണ് ഇവർ വിളിച്ചിട്ടുള്ളത് ഓഫീസിലേക്ക്. കേരളത്തിൽ തന്നെ ഒരുപാട് അധികം വേക്കൻസികൾ ഉണ്ട്. കേരളത്തിൽ തന്നെ 1000-ലേറെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ കാണാൻ സാധിക്കും, അവസാനത്തെ ഡേറ്റ് വരുന്നത് മാർച്ച് 3 അവസാനത്തെ ഡേറ്റ് വരുന്നത്. ഫെബ്രുവരി 10 തുടങ്ങിയത്, അവസാനത്തെ ഡേറ്റ് വരുന്നത് മാർച്ച് 3. അപ്പം എല്ലാവരും അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ജാം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ സാലറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, സാലറിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. BPM-ലേക്ക് 12,000 മുതൽ 29,380 വരെയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ABPM ദക്സേവകിലേക്ക് 10,000 മുതൽ 24,470 വരെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രയും സാലറി ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ അതല്ല, ഇത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ് ഇത്. അതായത് നിങ്ങൾ ഇത്ര 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിനുള്ള അലവൻസ് ആയിരിക്കും. അതിന് കൂടുതൽ സമയം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അലവൻസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സാലറിക്ക് പുറമെ തന്നെ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആനുവൽ ഇൻക്രീസ് 1% ഒരുപാട് TRC, ട്രാവൽ അലവൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നു പോസ്റ്റ് ഓഫീസ് വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണെന്ന്. നമുക്ക് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കും നല്ല ഒരുപാട് സാധ്യതകളും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ സാലറി കുറവാണെന്ന് കരുതി ആരും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ജോബാണ്. നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടി നല്ല രീതിയിൽ എത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ മിനിമം ഏജ് 18 ഇയേഴ്സ് ആണ്. 18 വയസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാക്സിമം ഏജ് വരുന്നത് 40 വയസ്സ് വരെയാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മളെ കാറ്റഗറിക്ക് അനുസരിച്ച് ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലേക്കും എത്രയാണ്, SC/ST-കാർക്ക് 5 വർഷത്തെ വയസ്സളവുണ്ട്, OBC-കാർക്ക് 3 വർഷത്തെ വയസ്സളവുണ്ട്, EWS-കാർക്ക് നോ റിലാക്സേഷൻ. പിന്നെ പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് 10 വർഷത്തെ വയസ്സളവുണ്ട്. OBC വിത്ത് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റിക്കാർക്ക് എന്താണ് 13 വർഷത്തെ വയസ്സളവുണ്ട്. പിന്നെ PWD SC/ST-യിലെ PWD-കാർക്ക് 15 വർഷത്തെ വയസ്സളവുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസിയെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് അന്വേഷിക്കാം. ഏതൊക്കെ ഇതിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്കാണ് വിളിച്ചിട്ടുള്ളത്, BPM-ലേക്ക്. അപ്പൊ ഇത് ജോബ് റോൾ എന്താന്ന് വരുന്നത് വെച്ചാൽ ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ഓഫ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ ദൈനംദിന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിരിക്കും ജോബ് റോൾ വരുന്നത്. പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ റൂൾ അവർക്ക് വരുന്നതാണ്. ഇതിന്റെ കാര്യങ്ങളും ചുമതലകളും കൈകാര്യം ചെയ്യാനുള്ള റോളുകളും വരുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് എന്താണ് റോളുകൾ വരുന്നതാണ്. പിന്നെ വരുന്ന അടുത്തൊരു വേക്കൻസി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ ABPM-ലേക്ക്. അവർക്ക് സെയിൽസ് ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് കൺവീൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽ അറ്റ് ഡോർ സ്റ്റെപ്പ് പോലുള്ള ചുമതലകളായിരിക്കും അവർക്ക് വരുന്നത്. അസിസ്റ്റ് BPM ഇൻ പോസ്റ്റൽ ഓപ്പറേഷൻസ്, അതായത് ഇത് അസിസ്റ്റന്റ് ആണെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റർ മാസ്റ്റർ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു റോള് കൂടി വരുന്നതാണ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ് ഓഫ് പ്രൊഡക്ട്സ്, സർവീസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റോളുകൾ വരുന്നതാണ്. മൂന്നാമത്തെ ഒരു വേക്കൻസിയാണ് ദക്സേവകിലേക്ക്. ദക്സേവകും സെയിം തന്നെയാണ്. സെയിൽസ് ഓഫ് സ്റ്റാമ്പ് ആൻഡ് സ്റ്റേഷനറി, കൺവീൻസ് ആൻഡ് ഡെലിവറി ഓഫ് അറ്റ് ഡോർ സ്റ്റെപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ വരുന്നത്
എലിജിബിലിറ്റി ക്രൈറ്റീരിയകളാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് സെക്കൻഡറി സ്കൂൾ ഓഫ് എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് 10th സ്റ്റാൻഡേർഡ് വിത്ത് പാസിംഗ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ CBSE ആയാലും നമ്മളെ കേരള സർക്കാർ കഴിഞ്ഞവരായാലും എന്തായാലും ഇംഗ്ലീഷും മാത്സും ഒക്കെ അതിൽ എന്തായാലും നിങ്ങൾ പാസ്സായിട്ടുണ്ട്, വിഷയം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതിൻ്റെ കൂടെ തന്നെ ദ ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദ ലോക്കൽ ലാംഗ്വേജ്. അതായത് നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ആ സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ കേരളത്തിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആണ്, മലയാളം എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹിന്ദി ഒന്ന് വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതർ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, നോളജ് ഓഫ് സൈക്ലിംഗ്. സൈക്ലിംഗ് മീൻസ് ബൈക്കാണ് ഇപ്പോൾ അധികം പേര് യൂസ് ചെയ്യുന്നത്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ വരുന്നത്. ക്വാളിഫിക്കേഷൻ ആയാലും മറ്റു കാര്യങ്ങളായുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അതർ ക്വാളിഫിക്കേഷനൊക്കെ വരുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ഹൗ ടു അപ്ലൈ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പോസ്റ്റ് ഓഫീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താണ് വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന കാര്യങ്ങളൊക്കെ. പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ 10ാം ക്ലാസ് മാർക്ക് അനുസരിച്ചിട്ട് ആയിരിക്കും അവർ, അതായത് ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടാവുള്ളൂ, അപ്പോൾ അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും അവർ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. പിന്നെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. പിന്നെ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് എന്താണ് അതിന് ഇളവുണ്ടാവും, അപ്ലിക്കേഷൻ ഫീ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇളവുണ്ടാവും. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. അതായത് JDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഇന്ത്യ പോസ്റ്റിന്റെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും JDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ 1 ജനുവരി. അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അവർ ഇതുപോലെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ജനുവരിയിലെ പബ്ലിഷാണ്, ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ ആണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോസ്റ്റ്സ് കാണാൻ സാധിക്കും. അപ്ലിക്കേഷൻ നമ്പർ, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. മാർച്ച് 3 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് കഴിയണം. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളിപ്പം ഏത് സംസ്ഥാനമാണെന്ന് സെലക്ട് ചെയ്യുക. നമ്മളിപ്പം ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് സംസ്ഥാനങ്ങൾ, അതിൽ കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു ഇന്റർഫേസിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സർക്കിളുകൾ കാണാം. കേരളത്തിന് കീഴിൽ തന്നെ പോസ്റ്റ് ഓഫീസുകളുള്ള സർക്കിളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു സർക്കിൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മഞ്ചേരി സെലക്ട് ചെയ്ത്, എൻ്റെ മഞ്ചേരിയാണ് സർക്കിൾ വരുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിന് കീഴിലുള്ള വേക്കൻസികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം നോട്ടിഫിക്കേഷൻ വായിക്കും, അതിനുശേഷം രജിസ്ട്രേഷൻ ആണ് വരുന്നത്, സ്റ്റെപ്പ് 2 വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം. ഇനി അതല്ല, ഇതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ അപ്ലൈ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അവിടെ നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം. ഈ ഒരു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നെയിം കൊടുക്കണം, നിങ്ങളുടെ പേര്, അതായത് നിങ്ങളുടെ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ്സിലുള്ള അനുസരിച്ച് തെറ്റാതെ തന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, പേര് കൊടുക്കണം. പിന്നെ ഫാദേഴ്സ് മദേഴ്സ് നെയിം കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ, പിന്നെ കമ്മ്യൂണിറ്റി കൊടുക്കണം, പിന്നെ നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ് ഓഫ് സ്കൂൾ കൊടുക്കണം, പിന്നെ കമ്മ്യൂണിറ്റി കൊടുക്കണം. അതായത് നിങ്ങളിപ്പം ഏതൊരു കാറ്റഗറിയിലാണ് അതിനനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് കൊടുക്കണം. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഈ ഒരു പോസ്റ്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സർക്കിൾ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ ഇഫ് യു ഹാവ് ഓൾറെഡി അപ്ലൈഡ്, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ട് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഫീ പേയ്മെന്റ് കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു 100 രൂപയാണ് ഫീ പേയ്മെന്റ് വരുന്നത്. പിന്നെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും ആ ഒരു ഫീ പേയ്മെന്റിൽ ഇളവുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. മാർച്ച് 3-ന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം വെബ്സൈറ്റ് ജാം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.